ഇന്ന് പറമ്പെന്ന് ഒരു കുമില് കിട്ടി. ഇത് കറി വെക്കാൻ പറ്റുന്ന വിഷമില്ലാത്ത കുമിലാട്ടോ. പലതരത്തിലുള്ള കുമിലുണ്ട്, വിഷക്കുമിലുണ്ട്, അതൊന്നും പറിക്കരുത്. ഇത് വിഷമില്ലാത്ത കറി വെക്കാൻ പറ്റുന്ന കുമില. അത് നമ്മൾ നന്നാക്കിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും ചേർത്ത് മാറ്റി വെക്കുക. അതിലെന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അത് പോയി കിട്ടാനാണ്. പിന്നെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. സവാള കുറച്ച് ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല. കൂടുതൽ മസാലയൊന്നുമില്ല. ഇത് നിങ്ങളെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച കുമിലെടുത്ത് നന്നായിട്ട് കഴുകി മാറ്റി വെക്കുക. മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ കഴുകി മാറ്റി വെച്ച കുമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം അമർത്തി ഇളക്കരുത്, അത് ഉടഞ്ഞു പോകും. അപ്പോൾ നല്ലോണം എന്ന് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടി വേണമെങ്കിൽ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി മൂടി വെച്ച് വേവിച്ചിട്ട് ഒന്ന് വരണ്ട് വരുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഇത് ചപ്പാത്തിക്ക്, ചോറിന്, പൂരിക്ക്, ദോശയ്ക്ക് എല്ലാം സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പറമ്പിലൊക്കെ കുമിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല കുമിൽ കേട്ടോ. കുറച്ച് പറമ്പൊക്കെ ഉള്ളവരെ വീടുകളിലൊക്കെ നോക്കിയാൽ കിട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.